ആണ് വചനത്തിലൂടെ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അതായത് രണ്ട് വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്ന് സ്റ്റോപ്പ് എന്നാണ്, രണ്ട് സ്റ്റെപ്പ് എന്നാണ്. എന്താണ് ആ രണ്ടിൻ്റെ വാക്കിൻ്റെ അർത്ഥം അറിയാവോ? സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നിർത്തവിടെ. സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ കയറി പോവുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് പറയില്ലേ. നമ്മൾ ഒരാൾ എന്നോട് പറഞ്ഞൊരു അനുഭവമാണ്. ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോഴാണ് ഇപ്പോൾ പോകുന്ന ജീവിതം അത് ശരിയാവില്ല, അങ്ങനെ പോയാൽ ഞാൻ തകരത്തേ ഉള്ളൂ, എന്നോട് ദൈവവചനത്തിലൂടെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞു. വേറൊരാൾ എന്നോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥനയിൽ ഒത്തിരി തകർന്നാണ് ഇവിടെ വന്നത്, ദൈവം എന്നോട് പറഞ്ഞു ആ വഴി തിരഞ്ഞെടുക്ക്, ആ സ്റ്റെപ്പ് വഴി നീ കയറ്. അപ്പോൾ ദൈവവചനം കേൾക്കുമ്പോൾ സ്റ്റോപ്പുകൾ ഉണ്ടാകും, സ്റ്റെപ്പുകളും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ചില ആളുകളുടെ ജീവിതത്തിൽ ചില സ്റ്റോപ്പുകൾ ആവശ്യമാണ്. അത് ചിലപ്പോൾ സുഹൃത്തുക്കളും കൂടെയുള്ളവരും ബന്ധുക്കളൊന്നും അതൊന്നും കണ്ടാൽ തന്നെ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞു തന്നു എന്ന് വരത്തില്ല. നിങ്ങളെന്ത് വിചാരിക്കും? നിങ്ങൾക്കിനി വിഷമായാലോ? ഞാനാരാ ഉപദേശിക്കാൻ? നീ എന്തിനാ എന്നെ ഉപദേശിക്കുന്നതെന്ന് ചോദിച്ചാലോ എന്നൊക്കെ ചോദിച്ച് നീ ഇങ്ങനെ പോകണ്ട എന്ന് സ്റ്റോപ്പൊന്നും പറയില്ല. തന്നെ പഠിക്കട്ടെ, തന്നെ ശരിയാകട്ടെ എന്നൊക്കെ പറയും. നമ്മളെന്തിനാ അതിൻ്റെ പുറകെ പോകുന്നത് എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ ദൈവവചനം കേൾക്കുമ്പോൾ, ആത്മാവിൽ അത് സ്വീകരിക്കുമ്പോൾ ദൈവം നിന്നോട് പറയും, മുഖം നോക്കാതെ നിന്നോട് പറയും, സ്റ്റോപ്പ്, അങ്ങനെ പോകരുത്, അവിടെ നിൽക്ക്, ആ പണം വായ്പ എടുക്കരുത്, ആ ബിസിനസ് വേണ്ട, ആ ബന്ധം വേണ്ട, ആ രീതി വേണ്ട, പ്ലീസ് സ്റ്റോപ്പ് എന്ന് പറയും. എന്നാൽ ദൈവം പറയും ഇങ്ങനെ സ്റ്റെപ്പ്. ഈ ദൈവവചനം കേൾക്കാൻ കിട്ടുന്ന അവസരങ്ങളിലൊക്കെയാണ് സ്റ്റോപ്പുകളും സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാകുന്നത്. പലരുടെയും ജീവിതത്തിൽ പല സ്റ്റോപ്പുകൾ ഉണ്ടായതുകൊണ്ടാണ് അവർ പറഞ്ഞു വലിയ തകർച്ചയെന്നൊക്കെ ഞങ്ങൾ രക്ഷപ്പെട്ടത്. ദൈവം ഞങ്ങളോട് പറഞ്ഞു, പ്രാർത്ഥനയിൽ പറഞ്ഞു, പ്രാർത്ഥിച്ച മനുഷ്യൻ പറഞ്ഞു, സ്റ്റോപ്പ്, നിർത്തിക്കോ, അത് ഇത്രയും പൈസയൊന്നും പലിശയ്ക്കൊന്നും എടുത്തു വെക്കല്ലേ എന്ന് അന്നേ പറഞ്ഞു, സ്റ്റോപ്പ്. ചിലരത് കേൾക്കാതെ എടുത്ത് ചാടി ഇപ്പം നിലയില്ലാ കയത്തിൽ കൈയും കാലും പിടിച്ച് കരയുന്നു, ബഹളം വയ്ക്കുന്നു. ദൈവം അതിനു മുമ്പേ കാണിച്ചതാ സ്റ്റോപ്പെന്ന്. അന്ന് അതിനെ മൈൻഡ് ചെയ്തില്ല. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകണം നിർബന്ധമില്ല, എല്ലാവരും സന്തോഷത്തോടെ സ്വീകരിക്കണം നിർബന്ധമില്ല. ഇതത്ര സുഖകരമായ കാര്യങ്ങളൊന്നുമല്ല പ്രസംഗിക്കുന്നത്. അത്ര ബുദ്ധിമുട്ടുള്ള എപ്പോഴും ഇത് പറയുന്ന പാടെ സ്വീകരിക്കാൻ കൊള്ളാവുന്ന കാര്യങ്ങളൊന്നും, എപ്പോഴും സന്തോഷം മാത്രം കിട്ടുന്ന കാര്യമൊന്നുമല്ല. ചിലപ്പോൾ ദൈവം പറയും, സ്റ്റോപ്പ്, നിൻ്റെ മദ്യപാനം നിർത്ത്, ആ കൂട്ടുകെട്ട് നിർത്ത്, ആ പോക്ക് നിർത്ത്, ആ രീതികളൊക്കെ നിർത്ത്, സ്റ്റോപ്പ് പറയും. ചിലരോട് ദൈവം ചില സ്റ്റെപ്പുകൾ കാണിച്ചു തരും, ഇങ്ങനെ ഇതിലേ പോകും. അങ്ങനെയൊക്കെ ദൈവം